ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കലിംഗ സൂപ്പർ കപ്പിലെ ആദ്യ റൗണ്ടിൽ തന്നെ ബംഗളൂരു FC ഇപ്പോൾ പുറത്തായിട്ടുണ്ട്. ഇന്റർ കാശിയാണ് അവരെ അട്ടിമറിച്ചിട്ടുള്ളത്. നിശ്ചിത സമയത്ത് രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി. പിന്നീട് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ നൊഗുവേര ബംഗളൂരു FCയുടെ പെനാൽറ്റി പാഴാക്കുകയായിരുന്നു. ഇതോടുകൂടി ഇന്റർ കാശി അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ തോൽവിയും പുറത്താകലും ബംഗളൂരു FCയുടെ ആരാധകർക്ക് വലിയ നിരാശ സമ്മാനിച്ച ഒരു കാര്യമാണ്. അവരുടെ ഉടമസ്ഥനായ പാർത്ത് ജിൻഡാൽ ഇപ്പോൾ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഈ തോൽവിക്ക് അഥവാ ഈ പുറത്താവലിന് മറുപടി പറയേണ്ടത് പരിശീലകരും അതുപോലെ തന്നെ താരങ്ങളുമാണ് എന്ന് ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുണ്ട്. എല്ലാ ആരാധകരോടും അദ്ദേഹം ക്ഷമ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. പാർത്ത് ജിൻഡാലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇന്ന് ബംഗളൂരു FCയുടെ പ്രകടനം കണ്ട് ഞാനാകെ തകർന്നുപോയി. വളരെ നിരാശാജനകമായ പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. നമ്മുടെ സങ്കല്പങ്ങൾക്ക് പര്യാപ്തമായ ഒന്നും തന്നെ ചെയ്തില്ല. ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗിൽ ഇടം നേടാനുള്ള ഒരു അവസരമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ടീമിൽ നിന്നും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു. ഇനി വരുന്ന സീസണിന് മുന്നേ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ഇന്നത്തെ പ്രകടനത്തിന് താരങ്ങളും പരിശീലകരുമാണ് ഉത്തരം പറയേണ്ടത്. ഞാൻ എല്ലാ ആരാധകരോടും ഇപ്പോൾ ക്ഷമ ചോദിക്കുന്നു. ഇതാണ് പാർത്ത് ജിൻഡാൽ പറഞ്ഞിട്ടുള്ളത്. ISLൽ മികച്ച പ്രകടനം നടത്തിയ ബംഗളൂരു FCക്ക് അത് സൂപ്പർ കപ്പിൽ ആവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതേസമയം ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ മുംബൈ സിറ്റി തകർപ്പൻ വിജയം സ്വന്തമാക്കിയിട്ടുണ്ട്. എതിരില്ലാത്ത 4 ഗോളുകൾക്കാണ് ചെന്നൈയിൻ FCയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.